ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്ത അതേ എഫക്റ്റ് കിട്ടുന്ന ഒരു ഗോൾഡൻ ഫേഷ്യൽ നമുക്ക് അടുക്കളയിൽ വെറും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. നമ്മൾ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നില്ലേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട്, ആ ഒരു എഫക്റ്റാണ് ഇതിനുണ്ടാകുക. അപ്പോൾ നമ്മുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതിപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റിൽ തന്നെ കാണിച്ചിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, തുടർന്ന് നിങ്ങൾ വീഡിയോ കാണണോ വേണ്ടിയോ എന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് ഫസ്റ്റ് യൂസ് തന്നെ കിട്ടും. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു പെർമനൻറ്റ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുക. സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്, എന്തെല്ലാം വേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് ഇതേപോലെ ചെരുകിയെടുക്കുക. ക്യാരറ്റ് ഇതേപോലെ ചെരുകിയെടുത്തതിന് ശേഷം ഈ ക്യാരറ്റിൻ്റെ നീര് നമുക്ക് ഒരു അരിപ്പയിൽ കൂടി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ആകെ ഒരു 3 സ്റ്റെപ്പാണ് നമ്മൾ ഈ ഫേഷ്യലിനുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ക്യാരറ്റിൻ്റെ ഈ ഒരു നീര് വെച്ചിട്ടാണ്. ഈ ഒരു നീരിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ഇത് ഗ്രേറ്റ് ചെയ്തത് ബാക്കി അവിടെ തന്നെ വെക്കുക, നീരെടുത്തത് മാറ്റി വെക്കുക. അതിനുശേഷം ഈ നീരിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം നമുക്ക് എടുത്തതിന് ശേഷം ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ആദ്യം മുഖം നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു നീര് കൊണ്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ മസാജ് ചെയ്യണം. എന്നാലും മാത്രമേ നമ്മുടെ മുഖത്തുള്ള എല്ലാ കച്ചറകളും പോയി കിട്ടൂ. അപ്പോൾ ഇത് ഞാനൊന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഇത് കഴുകി കളയണ്ട, ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഫിനിഷായി. നന്നായിട്ട് ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ കഴുകുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സെയിം നീരിലേക്ക് തന്നെ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് 1 ടേബിൾ സ്പൂണും കൂടിയും നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബ് ചെയ്യുക. നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖം ഒന്ന് ആവി പിടിപ്പിക്കുക കേട്ടോ. നല്ല ചൂടുള്ള തുണി, അതായത് പൊള്ളിപ്പോവൊന്നും ചെയ്യരുത്, നല്ല ചൂടുള്ള തുണി ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം ഇത് ചെയ്യാന്നാണെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റീവായിരിക്കും. നമ്മുടെ മൂക്കിൻ്റെ അടുത്തും പിന്നെ താടിയുടെ അടുത്തെല്ലാം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം ഇത് പോകാൻ സഹായിക്കും. അതും കൂടി ഇങ്ങനെ തുടച്ചാളിയാൽ കഴുകിക്കളയരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലോ, അതിനെ കൊണ്ട് മുഖം നന്നായി ഇതേപോലെ ഒന്ന് മസാജ് കൊടുക്കുക. അത് സ്ക്രബ് ചെയ്ത് തുടച്ചതിന് ശേഷമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമ്മൾ മസാജിങ് ജെല്ലിടുന്നതിന് പകരമാണ് നമ്മൾ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് മുഖം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതായത് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് മസാജ് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിക്കളയുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അതിൽ ബാക്കി വന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൊടിയാണ്. അപ്പോൾ ഗോതമ്പിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ക്യാരറ്റിൻ്റെ ജ്യൂസ് പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു കൺസിസ്റ്റൻസി ലെവലായിട്ട് കിട്ടില്ല. ചിലപ്പോൾ കിട്ടുന്നുണ്ടവർ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ കുറച്ച് 1 ടേബിൾ സ്പൂണോളം പാൽ കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ലെവലായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ എന്തായാലും പാലും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. ലാസ്റ്റായിട്ടുള്ള ഫേസ് പാക്ക് തയ്യാറാക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റായി. ഇതും കൂടി അപ്ലൈ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നമ്മുടെ മുഖത്ത് വരുന്ന മാറ്റം നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് പിന്നെ ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ട് 1 മാസം 4 പ്രാവശ്യം ചെയ്താൽ നമ്മുടെ മുഖത്ത് നല്ലൊരു അടിപൊളി ഗ്ലോ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫംഗ്ഷൻ്റെ തലേ ദിവസം ചെയ്താൽ മതി കേട്ടോ. ഇത് പിന്നെ കുറേ ദിവസം മുന്നേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ അങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുഖത്തേക്ക് ഇത് നന്നായിട്ട് 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ പിടിപ്പിച്ച് കൊടുക്കണം. 2 മിനിറ്റ് മസാജ് ചെയ്ത് നല്ലോണം പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മളിത് കഴുകിക്കളയേണ്ടത്. 2 മിനിറ്റ് മസാജ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ 2 മിനിറ്റ് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖം ആവി പിടിപ്പിക്കുന്നത് നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനത് കാണിക്കാതിരുന്നത് ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പാക്ക് നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാണ്. അപ്പോൾ കഴുകുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ മനസ്സിലാവും കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴുകുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായി മെല്ലെ മെല്ലെ ഒപ്പിയെടുത്ത് മസാജ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് റിമൂവ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ഒരു ഗ്ലോ തന്നെ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് കിട്ടും. ഞാനിതിപ്പോൾ ഇവിടെ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിത് തുടച്ച് തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ ആദ്യത്തിൽ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഇത്ര നല്ല റിസൾട്ടാണ് നമ്മുടെ ഫസ്റ്റ് യൂസ് തന്നെ കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റെല്ലാം വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വരുന്നതിന് കുറച്ച് മുന്നേ ചെയ്താൽ ഈ ഒരു എഫക്റ്റ് തന്നെ ഉണ്ടാവും. അതായത് ഒറ്റ യൂസ് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേഷ്യലാണിത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സ്കിന്ന് നല്ല സോഫ്റ്റായി മറ്റതിനേക്കാളും 1-2 ഷെയ്ഡ് നിറം വെക്കാനും സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്